ഞാനൊരു കഥ പറയട്ടെ. ഹരീഷിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് നീതു. ആ പെൺകുട്ടിയോടാണ് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. നീതുവിന് ദേഷ്യം വരാണ്ടിരിക്കുമോ? നീതു അവിടുന്ന് കലിതുള്ളി നേരെ പോയത് ഹരീഷിൻ്റെ തറവാട്ടിലേക്കാണ്. അവിടെ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഊണ് കഴിക്കാനിരിക്കുന്നു. അപ്പോഴാണ് നീതുവിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള വരവ്. നീതുവിനെ കണ്ടതും എല്ലാവരും ചാടി എണീറ്റു. എന്താ കാര്യമെന്ന് തിരക്കി. നീതു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൻ എന്നോട് അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടുമോ? എനിക്ക് അത് കേട്ടിട്ട് വളരെ വിഷമമായി. അവനെന്താ പൊട്ടനാണോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ എന്ന് നീതു പറയുന്നുണ്ട്. സുഭാഷ് ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴും കാര്യം പറയുന്നില്ല. സുഭാഷ് ഏട്ടന് അറിയാമല്ലോ, ഇതിൻ്റെ പേരിൽ വീട്ടിൽ ഒരുപാട് വഴക്കുകൾ നടക്കാറുണ്ട്. ഞാൻ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഞാൻ അവൻ്റെ കടയിലേക്ക് അവനെ കാണാൻ ചെല്ലുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഹരീഷിനില്ല. നിധി എന്താ കാര്യമെന്ന് ചോദിച്ചു. നീതു പറഞ്ഞു, അവൻ എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടിലേക്ക് വരാൻ നിനക്ക് ഇഷ്ടമാണോന്ന്. ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ ഏട്ടൻ സുഭാഷ് ഏട്ടനെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന്. നിനക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല, ഏട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ഇതു കേട്ടതും നികേഷും സുധീഷും പൊട്ടിച്ചിരിച്ചു. കരഞ്ഞുകൊണ്ട് നീതു പറയുന്നുണ്ട്, ഞാൻ ഇനി അവനോട് മിണ്ടാനും അവനെ കാണാനും ചെല്ലില്ല എന്ന് സുഭാഷ് ഏട്ടൻ അവനോട് പറയണമെന്ന്. നീതു പറഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഏട്ടൻ എന്നോട് ചോദിച്ചല്ലോ, അതുതന്നെ ധാരാളം. അങ്ങനെ നീതു കരഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലോട്ട് മടങ്ങിപ്പോയി. അപ്പോഴാണ് ഹരീഷിൻ്റെ വരവ്. ഹരീഷിനെ കണ്ടപാടെ നികേഷും സുധീഷും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഹരീഷ് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് എന്ന്. നികേഷ് പറഞ്ഞു, നീതു ഇവിടെ വന്നിരുന്നു എന്ന്. അപ്പോഴേ ഹരീഷിന് കാര്യം പിടികിട്ടി, നീതു ഇവിടെ വന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആ പെൺകുട്ടിയോട് അങ്ങനെ ചോദിക്കാൻ പോയത്? എനിക്ക് എത്ര വയസ്സാണ്, ആ പെൺകുട്ടിക്ക് എത്ര വയസ്സാണ്? നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടാണോ എന്നെ കല്യാണം കഴിക്കാൻ പറയുന്നത്? നീ എന്താ ഇത്ര പൊട്ടനാണോ എന്ന് സുഭാഷ് ചോദിച്ചു. ഇത് കേട്ട് നികേഷും സുധീഷും പൊട്ടിച്ചിരിച്ചു. ഹരീഷിന് ആകെ ചമ്മലായി. ഹരീഷ് അവിടെ നിന്നും പുറത്തോട്ട് പോയി. പൊട്ടിച്ചിരിക്കുന്ന നികേഷിനെയും സുധീഷിനെയും വഴക്ക് പറഞ്ഞുകൊണ്ട് നിധി ഹരീഷിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ദുഃഖിച്ചു നിൽക്കുന്ന ഹരീഷിനെയാണ് കണ്ടത് നിധി. ഇത് വളരെ വിഷമത്തോടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ വിഷമത്തോടെയാണ് അവൾ തിരിച്ചു പോയതും. എന്തിനാ അങ്ങനൊരു ചോദ്യം അവളോട് ചോദിച്ചത്? ഹരീഷിൻ്റെ ഏട്ടനെ എത്രത്തോളം ഇഷ്ടമാണോ അതുപോലെ തന്നെയല്ലേ ഹരീഷിനെ നീതുവിനും. ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടന് പെണ്ണൊന്നും ശരിയായിട്ടില്ലല്ലോ, എല്ലാവരുടെയും കളിയാക്കലുകൾ കാരണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്ന് ചോദിച്ചു പോയതാണ്. അത് ഇത്ര വലിയ തെറ്റായി പോകുമെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായില്ല. നിധി ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ ഇഷ്ടമല്ലേ എന്ന്. അവൻ പറയുന്നുണ്ട്, എനിക്കിഷ്ടമാണ്. ആ പെൺകുട്ടിയോടാണോ ഇങ്ങനെ ചോദിക്കുക? പോട്ടെ, സാരമില്ല, ഇനി അവളെ കാണുമ്പോൾ സോറി പറഞ്ഞാൽ മതി. അങ്ങനെ നിധി ഹരീഷിനെ ഊണ് കഴിക്കാൻ വിളിക്കും. ഹരീഷ് നീതുവിനെ കാണാൻ വേണ്ടി നീതുവിൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് സുധീഷിൻ്റെ വരവ്. സുധീഷിനെ കണ്ടതും തന്നെ ഹരീഷ് വല്ലാണ്ടായി. സുധീഷ് ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ കാറ്റ് കൊള്ളാൻ വന്നതാണ്. നീ എപ്പോഴും ഇവിടെയാണോ കാറ്റ് കൊള്ളുന്നത്? നീതുവിനോട് സോറി പറയാൻ വന്നതായിരിക്കും അല്ലേ? സുധീഷ് ചോദിച്ചു. ഞാൻ അതിന് വന്നതൊന്നുമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നതാണ്. ഏത് കൂട്ടുകാരൻ? അതെനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്, അവനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. സുധീഷിൻ്റെ കളിയാക്കലുകൾ സഹിക്കാതെ അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. സുധീഷ് അവിടെ നിന്ന് പോയില്ല, മാറി നിന്ന് എന്താ നടക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നീതു വീടിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഹരീഷ് അവിടെ നിൽക്കുന്നത്. എന്തിനാ വന്നത്? ഏട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറയാനാണോ? അങ്ങനെ പറഞ്ഞതിന് സോറി ചോദിക്കാൻ വന്നതാണ്. നീതുവിൻ്റെ കയ്യിലിരുന്ന ചപ്പുചവറുകളെല്ലാം കൂടെ ഹരീഷിൻ്റെ തലയിലേക്ക് ഇടുന്നു. ചപ്പുചവറുകളെല്ലാം തട്ടിമാറ്റി തിരിഞ്ഞു നോക്കുമ്പോഴാണ് സുധീഷ് ഇത് കണ്ട് വരുന്നത്. സുധീഷിനോട് ചോദിക്കുന്നുണ്ട് ഹരീഷ്, എന്താ നീ ഇവിടുന്ന് പോയില്ലേ എന്ന്. പോയിരുന്നെങ്കിൽ ഇത് കാണാനുള്ളൊരു അവസരം കിട്ടുകയില്ലല്ലോ എന്ന് സുധീഷ് പറഞ്ഞു.
ഹരീഷിനെ കളിയാക്കിക്കൊണ്ട് സുധീഷ് അവിടുന്ന് മടങ്ങി. ഹരീഷ് നേരെ ചെന്നത് വീട്ടിലേക്കാണ്. അവിടെ ഹരീഷിനെയും കാത്ത് സുധീഷ് വീട്ടുമുറ്റത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഹരീഷിനെ കണ്ടപാടെ കളിയാക്കാൻ തുടങ്ങി. പിന്നെ രണ്ടുപേരും കൂടെ അകത്തോട്ട് പോയി. അകത്ത് സുഭാഷ് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ, എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വന്നൂടെ? സുഭാഷ് പറഞ്ഞു, കണ്ടാലേ നിങ്ങൾ തല്ലും വഴക്കുമാണ്, പിന്നീട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരണം കണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, നികേഷ് എവിടെ? നിധിയും നികേഷും കൂടെ പുറത്തോട്ട് പോയി. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. സുധീഷ് പറയുന്നുണ്ട്, നിധി ഏട്ടനോടും നല്ല രീതിക്കാണ് സംസാരിക്കുന്നത്, അനിയനായ നികേഷിനോടും വലിയ താല്പര്യമാണ്, ഈ പൊട്ടനായ ഇവനോട് പോലും മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്, പക്ഷേ എന്നോട് മാത്രം അങ്ങനെയല്ല എന്ന്. അപ്പോൾ ഹരീഷ് പറയുകയാണ്, നിൻ്റെ പെരുമാറ്റം ഞങ്ങൾക്കേ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഏടത്തിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എന്ന്. അപ്പോഴാണ് നികേഷിൻ്റെയും നിധിയുടെയും വരവ്. ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിട്ടില്ല, അടുത്ത ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ, സീ യു.